സാധാരണക്കാരന്റെ ഇടയിൽ ഒരു വർഗീയ വിദ്വേഷമുണ്ട്. വീണ്ടും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം കുത്തുമെന്നുള്ള സംശയമില്ല. ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർക്കും കിട്ടില്ല, അവർക്കും കിട്ടില്ല. സർക്കാർ നടപ്പിലാക്കിയ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി കേരളത്തിൽ വൻ പരാജയമാണോ വിജയമാണോ? ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നമുക്ക് കേട്ടറിയാം. ചേട്ടാ, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി കേരളത്തിൽ വൻ പരാജയം എന്നാണ് ഇപ്പോൾ ഇറങ്ങിയ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇന്ത്യയിൽ 29 സ്റ്റേറ്റ് ഉണ്ട്. 29 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും അറിഞ്ഞില്ല. അപ്പം 29 സ്റ്റേറ്റിൽ വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ എണ്ണപ്പെട്ട സ്റ്റേറ്റുകളാണ് കേരളം, കർണാടക, തമിഴ്നാട്. നോർത്ത് ഇന്ത്യയിലൊന്നും വിദ്യാഭ്യാസമില്ലാത്ത സ്റ്റേറ്റുകൾ മാത്രമാണ് ഉള്ളത്. അപ്പം ഇത് നിലവിൽ വരുമ്പോൾ സാധാരണക്കാരൻ്റെ ഇടയിൽ ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാകും. വർഗീയ വിദ്വേഷം എന്ന് വെച്ചാൽ നമ്മളൊരു രാജാവ് ഭരിക്കും പോലെയാണ് ഇന്ത്യ ഇപ്പം ഭരിക്കുന്നത്. അപ്പൊ കേന്ദ്രം സാധാരണ ജനങ്ങളെയും കേരളത്തെ അടിച്ചമർത്തുന്ന രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കേന്ദ്രം സാധാരണ ജനങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? എന്ന് വെച്ചാൽ അവരെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്നും ഇവിടുന്ന് MP-യോ MLA-യോ കിട്ടില്ല. അതാണ് മെയിൻ പരാജയം ഇവിടെ. പിന്നെ കേരളത്തില് ഒരു BJP ഭരണം തുടർന്നാലും ജനങ്ങൾക്ക് ദ്രോഹമായിട്ട് അത് മാറുമെന്നാണോ ചേട്ടൻ്റെ ഒരു അഭിപ്രായം? BJP ഭരണം വരണമെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് അല്ല കളിക്കുന്നത്, രാഷ്ട്രീയ മതം ആണ്. ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പോലും അങ്ങനെ. അല്ലാതെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്, ജാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. ഉദാഹരണം തന്നെ, ഒരു ആറ്റിങ്ങ മണ്ഡലത്തിന് 3 പേര് ഒരേ കാൻഡിഡേറ്റ്. അതവിടെ ജാതിയല്ലേ നോക്കുന്നത്. അങ്ങനെ നോക്കിയാണ് സ്ഥാനാർത്ഥികൾ ഇവിടെ നിശ്ചയിക്കുന്നത്. അത് മാറിയാലേ ഇവിടെ രക്ഷപ്പെടും. അപ്പൊ ഈ ഒരു പദ്ധതി നമ്മുടെ ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതി എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണോ? സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടി. അത് മാത്രമല്ല, ഏത് റേഷൻ കടകളിൽ നമുക്ക് സാധനം ലഭ്യമാകുമോ എന്നുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ ഇവിടെ ആവശ്യാനുസരണം സാധനങ്ങൾ ലഭ്യമല്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അതിനെക്കുറിച്ച്? റേഷൻ കാർഡിന്റെ ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ BPL കാർഡിൽ തന്നെ എത്ര വരെ ലിസ്റ്റ് ഒഴിവാകും? 14.5 ലക്ഷം വരെ ലിസ്റ്റ് ഇപ്പോൾ ഒഴിവാകും. മഞ്ഞ കാർഡുകാർ 14.5 ലിസ്റ്റ് ഇപ്പോൾ ഒഴിവാകും. അവർക്കൊന്നും ഇനി റേഷൻ കിട്ടും. ഇനി അവര് BPL നോക്കണേന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ ഏരിയകളിൽ മാത്രമേ BPL കാർഡ് കൊടുക്കൂ. അപ്പൊ ഈ നഗരപ്രദേശങ്ങളിലും പഞ്ചായത്ത് പ്രദേശങ്ങളിലും പ്രധാനിക്കുന്ന പാവങ്ങളെ കാർഡാണ് ഇപ്പം 14.5 ലക്ഷം കാർഡുകൾ വെട്ടിക്കുറയ്ക്കുന്നത്. അതങ്ങനെ വെട്ടിക്കുറയ്ക്കുമ്പോൾ വാട്ടർ കണക്ഷൻ അങ്ങനെ BPL-കാർക്ക് അടയ്ക്കാതെ വരുമ്പോൾ അങ്ങനെ ഒരുപാട് പേര് കട്ടാവുന്നത്. അപ്പൊ പൊതുവെ ഈ ഒരു നയം സാധാരണക്കാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിക്കുന്നത്. ചേട്ടാ, കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി കേരളത്തിൽ വൻ നഷ്ടം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് ആ ഒരു പദ്ധതിയെ കുറിച്ച് പറയാനുള്ളത്? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണത്. അത് നടപ്പാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം കുത്തുമെന്നുള്ള സംശയമില്ല. സെൻട്രൽ ഗവൺമെന്റ് അജണ്ട എന്ന് പറയുന്നത് കേരളത്തെ സാമ്പത്തികമായി പ്രശ്നത്തിലേക്ക് എത്തിക്കുക, തളർത്തുക എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അജണ്ട. ആ അജണ്ട 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടെ അജണ്ട പൂർണ്ണമായി പരാജയപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പൊ പൊതുവെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നതാണോ കേന്ദ്രത്തിന്റെ ഈ ഒരു നയത്തിന്റെ ലക്ഷ്യം? അതെ, തീർച്ചയായും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് പെൻഷൻ തടഞ്ഞു വയ്ക്കുക, കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക സ്രോതസ് തടയുക തുടങ്ങിയിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, സാമ്പത്തികമായി ചെയ്യാൻ കഴിയുമോ അതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഒരു അവസരം ജനങ്ങൾ കൊടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ല, ഇങ്ങനെ ചെയ്തിട്ട് കേന്ദ്രത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഇവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിന് മുന്നോടിയായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സീറ്റ് കിട്ടാൻ പോകുന്നില്ല, അത് ഒരു കാശ് നടക്കുന്ന കാര്യമൊന്നുമില്ല കേരളത്തിലൊന്നും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF ഭരിക്കുന്ന ഗവൺമെന്റുകളെ സാമ്പത്തികമായി തകർക്കുക, അത് ഏത് രീതിയിൽ അവർ ചെയ്യും. ചില സംസ്ഥാനങ്ങളിൽ
ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ അറിയാമല്ലോ ഇവിടുത്തെ കേരളത്തിന്റെ അവസ്ഥ. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ കഴിയുമ്പോൾ ഇതെല്ലാം ബാധിക്കുന്നത് നമ്മൾ സാധാരണക്കാരെയാണ്. അതാണ് അവർ ഉദ്ദേശവും. അപ്പൊ ഈ സാധാരണക്കാർ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പേരിലല്ലേ ഇതിനെതിരെ പഴി ചാരുന്നത്? അതാണല്ലോ അവരുടെ ഉദ്ദേശം. സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശം അതാണല്ലോ. സാധാരണക്കാരന് ഇതിന്റെ വസ്തുത അറിയില്ല. ആ വസ്തുത കൃത്യമായി നമ്മൾ ഈ ഇലക്ഷനിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ സാധാരണക്കാർക്കും. കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇനി മനസ്സിലാവും അവരുടെ എന്താണ് അജണ്ട എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ കേരളത്തില് നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും BJPക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നാണോ അഭിപ്രായം? ഇവിടെ കേരളത്തിലാണോ? ഒരു കാരണവശാലും കിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ഒരു സീറ്റ് പോലും കിട്ടില്ല. പൊതുവെ 2-3 സീറ്റുകളൊക്കെയാണ് സർവേയില് ആളുകൾ പറയുന്നത്. 2-3 സീറ്റ് കഴിഞ്ഞ നിയമസഭയിൽ 32 സീറ്റ് കിട്ടുമെന്നല്ലോ സുരേന്ദ്രൻ പറഞ്ഞത്. ഉള്ള സീറ്റ് കൂടെ പോയില്ലേ നിയമത്ത്. അക്കൗണ്ട് ക്ലോസ് ചെയ്തെന്ന് തന്നെ പറഞ്ഞല്ലോ CM. അപ്പൊ അതുകൊണ്ട് BJP പറയുന്നത് ഒരു സീറ്റ് പോലും അവരുദ്ദേശിക്കുന്ന തിരുവനന്തപുരം, തൃശ്ശൂർ പോലത്തെ ഒരു സീറ്റ് പോലും BJP കിട്ടില്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം. നമുക്കിനി 9 ദിവസം 8 ദിവസമല്ലേ ഉള്ളൂ കാണാൻ. അമ്മ, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കേരളത്തിൽ വൻ നഷ്ടം എന്നാണ് പറയുന്നത്. എന്താണ് അതിന് ഒരു വിഹിതം കിട്ടുന്നില്ല, ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നില്ല റേഷൻ കടകളിൽ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്കിപ്പം റേഷൻ കിട്ടണില്ല, അത് ശരിയാണ്. അപ്പൊ എല്ലാവരും അപ്പൊ ഇവിടെ ആൾക്കാർ കൂടി വരും കേരളത്തിനകത്ത്. അന്യ സംസ്ഥാനത്തിനുള്ള ആൾക്കാരും കൂടി വന്നാൽ ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർക്കും കിട്ടില്ല, അവർക്കും കിട്ടില്ല. ആ കണക്കിനുള്ള അവസ്ഥയല്ല. ഇപ്പോഴേ റേഷൻ ഇല്ല, റേഷൻ വളരെ ചുരുക്കമാണ് തരണത് തന്നെ. അപ്പോൾ ഇപ്പൊ ഒരാളിന് ഒരു റേഷൻ കാർഡിന് 4 കിലോ അരി, 2 കിലോ പച്ചരി, ഇത്രയാണ് തരണത്. ഇത് വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞുകൂടി പോകാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് പുറത്തുനിന്ന് അരി വാങ്ങിക്കാന്ന് വെച്ചാൽ ഇരട്ടി പൈസയാണ് ഇപ്പൊ കൊടുക്കുന്നത്. അത് നമുക്ക് നടക്കാത്ത കാര്യം. നമ്മളിപ്പോൾ വരുമാന മാർഗം വളരെ കുറവാണ്. കൊറോണ വന്നതിന് ശേഷം നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വളരെയധികം ബുദ്ധിമുട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ കേന്ദ്രത്തിന്റെ ഈ ഒരു നയം സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു രീതിയാണോ? ഈ ഒരു രീതി ബുദ്ധിമുട്ടിക്കുമെന്നാ പറയാൻ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് പഴയതുപോലെ നമുക്ക് റേഷൻ കിട്ടാനും ഒക്കെ ഉള്ള ഒരു വഴി തരുന്ന കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമ്മള് റേഷൻ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്ന് കടകളിലൊക്കെ പോയി വാങ്ങിക്കുമ്പോ അതിന്റെ വില കൂടുതലും. അപ്പോ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടാണോ കേന്ദ്രം കൊണ്ടെത്തിക്കുന്നത്? അതെ അതെ അതെ, വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങൾക്കും വില കയറിയാണ്. നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന 25 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന സാധനം ഇപ്പൊ 50 രൂപ കൊടുത്താലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ചില സാധനങ്ങളിൽ അതിലും കൂടുതൽ വിലയുണ്ട്. അതുപോലെ പച്ചക്കറി ആണേലും മത്സ്യമാണേലും മറ്റ് ആഹാര സാധനങ്ങൾ എന്ത് സാധനം വാങ്ങിച്ചാലും ഇപ്പോൾ ഒന്നിനൊന്നിന് വില കയറിക്കൊണ്ടിരിക്കുകയാണ്. പലവ്യഞ്ജന സാധനങ്ങളൊന്നും ഇല്ല. സപ്ലൈകോമിലാണെങ്കിൽ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയാകും. മുളകിന് ഭയങ്കര വില, പയറിന്, പരിപ്പിന്, ഇതിനെല്ലാം വില ജാസ്തിയാണ്. ഇപ്പം ഒരു 195 രൂപ വരെ ഉണ്ട് പരിപ്പിനൊക്കെ, സാമ്പാർ പരിപ്പിനൊക്കെ വില വാങ്ങിക്കുന്നത് 1 കിലോ പരിപ്പിന്. അപ്പം നമ്മൾ എങ്ങനെ വാങ്ങും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒഴിവാക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം അത്രയും പൊയ്ക്കൊണ്ട്. അപ്പം എന്ത് തന്നെ ആയാലും ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ നയം പൂർണ്ണ പരാജയമാണല്ലേ കേരളത്തില്? കേന്ദ്ര സർക്കാരിന്റെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല, സംസ്ഥാന സർക്കാരിനും അതിന് ഉള്ളതുകൊണ്ട് അവരും നമുക്കൊന്നും തന്നില്ലല്ലോ. സുരക്ഷാ പെൻഷനും ഒന്നും തരുന്നില്ലല്ലോ. അപ്പൊ അതൊന്നും തന്നെ നമ്മൾ അതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 2 കൂട്ടരുടെയും ഭാഗത്തുനിന്ന് ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ അടുത്തിടയ്ക്കായിട്ട് പെൻഷൻ എല്ലാം തന്നു തീർത്തുന്നാണ്. ഒരു പെൻഷൻ അവര് ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്തിന് മുമ്പായിട്ട് 2 മാസത്തെ പെൻഷൻ തരുമെന്ന് പറഞ്ഞു. 1 മാസം വന്നതുണ്ട്, 1 മാസം വരാറുണ്ട്. എനിക്കിപ്പോ 1 മാസത്തെ പെൻഷനാണ് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ വന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ പോയി നോക്കിയപ്പോ ഇത് ഇന്നിപ്പോ പോയി നോക്കിയുള്ളൂ, 1 മാസം പെൻഷൻ കൂടി വന്നു. അപ്പൊ ഇനിയും പെൻഷന്റെ കാര്യത്തിൽ പെൻഡിങ് ഉണ്ട്, പൈസ പെൻഡിങ് ഉണ്ട്. 3-4 മാസത്തെ പൈസ പെൻഡിങ് ഉണ്ട്. നമ്മൾ ഈ പെൻഷനെ ആശ്രയിച്ചിരിക്കും. തീരെ നിവൃത്തിയില്ലാതെ, വരുമാനമില്ലാതെ, തൊഴിലുറപ്പിന്റെ പൈസയും മറ്റുള്ളതും ഒക്കെ നോക്കിയിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ പെൻഷന്റെ പൈസയും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാ പ്രതീക്ഷ കൊണ്ട് പോകുന്നത്. അപ്പൊ അതും ഇല്ലാത്ത ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണ് കേരളത്തിലും? ബുദ്ധിമുട്ടാണോ? വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിൽ വളരെ വൻ നഷ്ടം എന്നാണ് ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്കത് നല്ലതായിട്ടാണ് തോന്നുന്നത്. നമുക്ക് എവിടെ പോയാലും റേഷൻ വാങ്ങിക്കാം, സാധാരണക്കാർക്കും അത് വാങ്ങിക്കാം.
അപ്പൊ കേരളത്തിന് അതനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കുന്നില്ല, അപ്പൊ സാധാരണക്കാർക്ക് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അതാവാം, അത് ഗവൺമെന്റിന്റെ. പക്ഷെ ഈ പദ്ധതി കൊള്ളാം. പദ്ധതി നല്ലതാണ്, അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയാൽ നടപ്പിലാക്കിയാൽ അത് നല്ലതാണ്. നല്ലതാണ്. എല്ലാവർക്കും എവിടെ പോയാലും റേഷൻ വാങ്ങിക്കാം. അപ്പോഴും ഒരു സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനത്തിലുള്ള ആളുകൾ വരുമ്പോഴത്തേക്കും അവിടെ ജീവിക്കുന്ന ആൾക്കാർക്കും പൊതുവെ സാധനങ്ങൾ ലഭ്യമല്ലാത്തൊരു അവസ്ഥ വരില്ലേ ഈ ഒരു പദ്ധതി? അതില്ലല്ലോ, ഇവിടെ ഉള്ളവർ അവിടെ പോകും. അങ്ങനെ മാറി മാറിയല്ലേ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് ആ ഒരു പ്രതിസന്ധി മാറ്റാൻ സദ്യം മാറാം. അല്ലെ ഇവിടെ റേഷൻ കാർഡ് ഉള്ളവർക്കും മറ്റ് സംസ്ഥാനത്ത് പോകുമ്പോൾ അത് ഡിഫിക്കൽട്ടി അല്ലേ. ഇതിപ്പോ എവിടെ വേണേലും നമുക്ക് വാങ്ങിക്കാം. ഈ വെച്ചിട്ട് പറയുന്നതല്ല, ഇന്ത്യ ഗവൺമെന്റ് ഒരു വിഷനാവുമ്പോഴേ അവരത് കൃത്യമായി ഹോംവർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യാതെയൊക്കെ വർക്കൗട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ബ്ലണ്ടറായി പോകില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഗതി ഇവിടെ കിട്ടാത്തതും കിട്ടുമായിരിക്കാം. നമ്മുടേത് ഇതും ഇവിടെ നിന്നുള്ളത് നമുക്ക് യൂഷ്വലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടണം എന്നുള്ളൊരു സംഭവം അങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ ആവശ്യപ്പെടുക, അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഗുണകരമായ ഒരു തീരുമാനത്തിലെത്തുക എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പൊ പൊതുവെ ഈ ഒരു പദ്ധതി പരാജയമാണോ വിജയമാണോ? സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിക്കുന്നത് വിജയമായിരിക്കാനാണ് സാധ്യത. ആ, കാരണം ഒരൊറ്റ റേഷൻ കാർഡല്ലേ. അപ്പം നമുക്കിപ്പോൾ ജമ്മു കാശ്മീർ പോയാലും ആ റേഷൻ കാർഡ് വെച്ചിട്ട് റേഷൻ വാങ്ങിക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഇപ്പോൾ കേരള സ്റ്റേറ്റിന്റെ റേഷൻ കാർഡ് വെച്ചിട്ട് കേരളത്തിനകത്തല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഓൾ ഇന്ത്യ ഡ്രൈവേഴ്സ് നമ്മുടെ ലൈസൻസ് അതിന്റെ ഒരു സംഗതി പോലെ യൂണിയൻ ലൈസൻസ് അല്ലേ വരുന്നത്, എവിടെ വേണമെങ്കിലും ഓടിക്കാം. അപ്പൊ അതേപോലെ ഇങ്ങനെ ഒരു സംഗതി വന്നാൽ ഗുണം കിട്ടുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പൊ അതനുസരിച്ച് കേന്ദ്രം ഇതിനുള്ള സാധനങ്ങളും കൂടെ കൊടുത്താലല്ലേ നമുക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്ക്. തീർച്ചയായിട്ടും അത് അതിനകത്ത് ഈ എന്താണ് ഈ സ്റ്റേറ്റ് പക്ഷപാതിത്വം അങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന സംഭവം ഇല്ലാതെ നമുക്കും കൂടി ഗുണകരമായ രീതിയിൽ അത് സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രശ്നമാവാനും സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു പോസിറ്റീവ് തിങ്കിങ്. ചേട്ടാ, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി കേരളത്തിൽ പൂർണ്ണ പരാജയം എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അതിനെ കുറിച്ച് എന്താണ് ഒരു സാധാരണ ജനം എന്നുള്ള നിലയിൽ പറയാനുള്ളത്? ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്ക് അത് ഉപയോഗപ്പെടുന്നു, കുറച്ചു പേർക്ക് പെടില്ല. സാധാരണക്കാരുടെ അരി വാങ്ങൽ മുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണോ? സാധാരണക്കാരെന്ന് പറഞ്ഞാൽ സിവിൽ സപ്ലൈ ഇവിടെ ഉണ്ട്, വില കുറച്ച് കൊടുക്കുന്നു. ഒരു കൂലിപ്പണിക്കാരൻ ഒരു 1200 രൂപ ശമ്പളക്കാരൻ ദിവസം അന്നന്നെ വേതനം കിട്ടണമെന്ന് നാളെ ചെന്ന് വൈകുന്നേരം പൈസ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കുമോ സിവിൽ സപ്ലൈ ചെല്ലും. അതേപോലെ അവനിതൊന്നുമില്ല, അവനപ്പോഴും കിട്ടുന്നതിന് അടുത്ത കടയിൽ ചെല്ലുക, മേടിക്കുക. അവനതാണ് നേട്ടം. അല്ലാതെ അവനെ അടുത്ത ഈ പൈസ മറ്റു രാത്രി 10 മണി വരെ ചെന്ന് ക്യൂ നിന്ന് വാങ്ങിക്കാനും നോക്കൂല. അതുകൊണ്ടത് പരാജയപ്പെടും. നമുക്കല്ല സാധാരണക്കാരനത് പറ്റാത്ത കാര്യം. സാധാരണക്കാരനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുവഴി നമ്മുടെ അല്ലാതെ കടകളിലൊക്കെ ഭക്ഷ്യ സാധനങ്ങളുടെ വില കൂടുന്ന ഒരു പ്രവണതയും കണ്ടുവരും. പ്രവണത എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു വീട്ടിന്റെ അടുത്ത് നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്താണ് ജോലി. അവിടെ ചെന്നാലേ എനിക്ക് ജോലി ചെയ്ത് പൈസ കിട്ടുള്ളൂ. ഞാൻ അടുത്ത കടയിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുമോ, പിന്നെ നമ്മൾ അന്വേഷിച്ച് കടകളിൽ ചെല്ലും. അപ്പൊ കൈ കിട്ടുന്ന കാശ് അടുത്ത കടക്കാരൻ അവനും ജീവിക്കാനല്ലേ ഇരിക്കുന്നത്. ചെറുകിട ഇവിടെ എത്രയും പെട്ടിക്കടകളിൽ അവരും ജീവിക്കാനല്ലേ ഇരിക്കുന്നത്. അല്ല എല്ലാം ഒരിടത്ത് പോട്ടെന്ന് പറഞ്ഞ് ഇനി അവർ സഹകരണ സംഘത്തിൽ പോട്ടെന്ന് പറഞ്ഞ് നോക്കും. അതുകൊണ്ടത് ഒരു പരാജയത്തിലേക്ക് വരുള്ളൂ. പദ്ധതി പൂർണ്ണമായും കേരളത്തിൽ പരാജയമാണ്. അല്ലാതെ അവര് പറയുന്നു, നമ്മൾ കേൾക്കുന്നു, എല്ലാവരും ചെയ്യണമെന്നില്ലല്ലോ. പൊതുവെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു പദ്ധതി. എല്ലാ റേഷൻ കടകളിൽ നിന്നും ഏത് സമയം നമുക്ക് വാങ്ങാനുള്ള ഒരു പദ്ധതിയായിട്ടാണല്ലോ ഇതിനെ കണക്കാക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ റേഷൻ കടയൊക്കെ സ്വകാര്യ വ്യക്തിയുടെ നിന്ന് വാങ്ങിച്ച് പൊതുമേഖല കുടുംബശ്രീ പോലുള്ള ആളുകളെ ഏൽപ്പിക്കും. അപ്പോൾ നമ്മളെ ഇന്ത്യ കാപ്പി വെച്ചു ദോശയും സാമ്പാറും വാങ്ങിച്ചാലും സർക്കാർ സൊസൈറ്റിക്കല്ലേ പൈസ. അതുപോലെ ആക്കാമെങ്കിൽ ചിലപ്പോൾ നടക്കും. ഇപ്പം നമ്മളെ ഹോട്ടലുകൾ, ചായക്കടകൾ, ഇതേപോലെ ചായത്തട്ടെല്ലാം സൊസൈറ്റി കാപ്പി ഹൗസ് മോഡൽ അങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ? മനസ്സിലായി. ഇതൊക്കെ 2 ദോശയും സാമ്പാറായിരുന്നാലും അതിന്റെ കാശ് ലാഭം സഹകരണ സംഘത്തിനാണ് എങ്കിൽ നമുക്ക് സന്തോഷമാണ്. ഇത് റേഷൻ കട ഒരു മുതലാളി നടത്തുന്നു, നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്നു, ഇതെല്ലാം നമ്മളെ വെറുതെ എന്തിനൊന്നുമില്ല. മറ്റേ അങ്ങനെയാണെങ്കിൽ സഹകരണ സംഘങ്ങൾ പോലെ ഈ ചായക്കടയും തട്ടുകടയും എല്ലാം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് നടത്താനുള്ള അംഗീകാരം കൊടുക്കണം. ഈ പദ്ധതി പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്നുള്ള രീതിയിൽ അല്ലേ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും 3-4 പ്രാവശ്യമായിട്ട് ഒന്നും നടക്കാതെ ഓരോ പ്രശ്നങ്ങൾ നടക്കണം. ഒറ്റ ദിവസം കൊണ്ട് അവരെ നടത്താത്തത് ഇപ്പോൾ അതിനുള്ള ഭാരിച്ച ചെലവും അതെല്ലാം നമ്മളെ ഭാഷ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യത്തെ ഓരോ വിശേഷങ്ങൾ വരുന്നു.
അടുത്തവർക്ക് വേറെയാണ്. ആ സമയം എല്ലാം കൂടി ഒറ്റ ദിവസം നടത്തുമെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇപ്പം 50% വോട്ടാണെങ്കിൽ 30% പോലും കാണില്ല വോട്ട് ചെയ്യും. ജനത്തിന്റെ ഇഷ്ടത്തിനല്ലേ വോട്ട് ചെയ്യാൻ നോക്കൂ. അതെ. എല്ലാവരും പിടിച്ചു കെട്ടി നമ്മളെ കൊണ്ടുപോയി. ഇപ്പോൾ പിടിക്കാതെ തന്നെ പോയിട്ട് എത്രയായി? 50% വോട്ടേ ഉള്ളൂ. 50 താഴെ നിൽക്കുക. അപ്പൊ ഈ ബാക്കിയുള്ളവരോടെ പോയി. അവര് വോട്ടിടാൻ പോലും ആഗ്രഹിക്കാത്തൊരവസ്ഥിതിയാണ് അത് ഇപ്പോഴത്തെ. നമ്മളെ കേരളത്തിലുള്ളവർ പിന്നെങ്കിലും ചെയ്യാൻ പോയി. അങ്ങോട്ടുള്ളവർക്ക് പോണില്ല. ആദ്യം അതാദ്യം പഠിക്കട്ടെ. അവര് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് നോക്കണ്ട. അവിടെ പഠിപ്പിച്ചിട്ട് വന്ന് ഇവിടെ പഠിച്ചാൽ അവിടെ നടപ്പാക്കട്ടെ. അവിടെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഈ പദ്ധതി കേന്ദ്രത്തിൽ നടപ്പാക്കി പൂർണ്ണ വിജയം കണ്ടതിന് ശേഷം കേരളത്തിലോട്ടും കൂടെ എത്തട്ടെ എന്നാണ്. അതാണ് നമ്മളെ കാര്യം. നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മൾ പറഞ്ഞ എങ്ങനെ ഇപ്പൊ UP ആണല്ലോ എല്ലാ കാലത്തും ഗവൺമെന്റുകൾ നോക്കി. UP ജയിച്ചാൽ അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇപ്പൊ UP ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. UP ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഈ വർഷം പോളിംഗ് ശതമാനം വളരെയധികം കുറവാണെന്നാണ് പറയുന്നത്. അത് തന്നെ. അതുകൊണ്ട് നമുക്ക് ഇലക്ഷൻ ആദ്യം നടക്കട്ടെ. ഞാര് ഭരണം എന്താണെന്ന് അവരുടെ പുതിയ സംവിധാനം ഇന്ത്യയിൽ ഇപ്പോഴിരുന്ന് പറയണത് കേൾക്കണ്ട. അടുത്ത മാസം ഇത് കഴിയുമ്പോഴെന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് അപ്പോഴത്തെ കണക്ക് ചെയ്യാം, പ്രതികരിക്കാം. പുതിയ പദ്ധതികളൊക്കെ വരുമ്പോൾ പുതിയ ആളുകളും വരട്ടെ. പുതിയ ബലം വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലേ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോഴും തന്നെ അവർ പറഞ്ഞത് തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം 200 കോടി കൊടുക്കാന്ന് പറഞ്ഞു. 200 കോടിയുടെ പ്രോജക്റ്റ് തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കും? എവിടെ തയ്യാറാക്കും? ഇപ്പൊ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചില്ല. പരാജയം. എങ്ങനെ വാങ്ങിക്കാൻ? ഇവിടെ നിന്ന് ചെയ്യണം. അവരുടെ പദ്ധതി എന്ന് പറഞ്ഞ് നിന്ന് ജയിക്കാൻ ആളുണ്ട് എങ്കിൽ നമുക്ക് നടപ്പാക്കാം. ഈ ചുമ്മാ വായി തോന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളപ്പൊക്കം ഒറ്റ അടിക്ക് തീർക്കാൻ കൂടെ ഒരുപാട് എഞ്ചിനീയർമാർ വിചാരിച്ചാലേ ഇത് കണ്ടുപിടിച്ചതിനുള്ള പരിഹാരം കണ്ടെത്താത്തില്ല. കുറച്ച് 200 കോടി ഇവിടെ കൊണ്ടിട്ട് നമുക്ക് വെള്ളം നിൽക്കാന്ന്. എന്തായാലും അടുത്ത മാസം നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാം. എന്തായാലും ഇനി ഇലക്ഷൻ ബലം വരട്ടെ. മാറ്റങ്ങൾ അനിവാര്യമാണ് എല്ലാ മേഖലയിലും അല്ലേ. എത്രയാണ് സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും പോയാലും റേഷൻ കാർഡ് കൊണ്ട് സാധനം മേടിക്കാം എന്നുള്ളൊരു പദ്ധതിയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെത്. അത് കേരളത്തിൽ പൊതുവെ നഷ്ടം എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് നഷ്ടമാവുന്നതിന് കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് എവിടെ ചെന്നാലും വാങ്ങിക്കാൻ പറ്റുന്നത് നല്ല കാര്യമല്ലേ? നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും അന്യസംസ്ഥാനത്തുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിൽ കൊടുക്കാനുള്ള വിഹിതം കൂടുതലായിട്ടും ലഭ്യമാകുന്നില്ല. അതിൽ കുറവ് വരുന്നതുകൊണ്ടാണ് ഇതൊരു നഷ്ടമായിട്ട് കണക്കാക്കുന്നത്. കേരളം യൂസ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ അവരുടെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ കേരളം. അപ്പൊ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗമോ അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നതിൽ എന്താണ്? അപ്പൊ ഇവിടുള്ള ജനങ്ങൾക്ക് അവർക്ക് അർഹമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാകുന്നില്ല. കൂടുതൽ ഉത്പാദിപ്പിക്കണം. അപ്പൊ കേന്ദ്രത്തിന്റെ ഈ ഒരു പദ്ധതി പരാജയമായിട്ടാണോ കണക്കാക്കുന്നത്? ഒരിക്കലും അല്ല. അല്ല, കേന്ദ്രം ലഭ്യമാക്കണം. ലഭ്യമാക്കണം. കേന്ദ്രം അത്രയും സാധനങ്ങള് കേരളത്തിൽ ലഭ്യമാക്കണം, പുറത്തുള്ളവർക്കും കൂടെ കാരണം കൊടുക്കാനുള്ള. നമ്മളൊരു രാജ്യത്തിലെ എല്ലാ സ്റ്റേറ്റുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി താമസിക്കാന്നുള്ള റൂൾ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവർക്ക് അതിന്റെ ഉപയോഗങ്ങളും കിട്ടണ്ടേ. ഇപ്പൊ നമ്മൾ എത്രയാന്ന് വെച്ചാല് ചെലവഴിക്കുന്നത് മറ്റുള്ള സംസ്ഥാനക്കാർക്കോ പുറത്തുനിന്ന് വരുന്നവർക്ക് അതിന്റെ ഒരു പങ്ക് കേന്ദ്രം നമുക്ക് തരണം. എന്നാലേ അത് ശരിക്കും വിജയമാവും. അപ്പൊ കേന്ദ്രം അതിനുള്ള വിഹിതം കൊടുത്താൽ ഈ ഒരു പദ്ധതി നല്ലതും പൂർണ്ണ വിജയമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. കേന്ദ്ര വിഹിതം കൊടുക്കുവാണെങ്കിൽ അത് വിജയമാണ്. നമുക്ക് ഏതൊരു സംസ്ഥാനത്ത് ചെന്നാലും നമ്മുടെ റേഷൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാം. ഓരോ സംസ്ഥാനത്തിന്റെയും ഇതുണ്ടല്ലോ, പ്രൊപ്പോർഷനായിട്ടുള്ള ആനുകൂലികമായിട്ടുള്ള അത് കൊടുക്കണം. ആനുപാതികമായിട്ടുള്ള എത്രയാന്ന് വെച്ചാൽ അത്രയും കേന്ദ്രം കൊടുക്കണം. അപ്പൊ ഈ ഒരു പദ്ധതി നല്ലൊരു പദ്ധതിയായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയോ? നടപ്പിലാക്കി. 2 വർഷം മുന്നേ ഇത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അല്ല, നമുക്ക് എവിടെ ചെന്നാലും റേഷൻ കാർഡ് കൊണ്ടു ചെന്ന് ഏത് റേഷൻ കടയിൽ കൊണ്ടു ചെന്നാലും ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ എവിടെയാന്നുള്ളതാണ്. ഇതിപ്പോ ഇന്ത്യയിൽ എവിടെയും കൊണ്ടുപോവാം. 12 സംസ്ഥാനങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ, അതൊരു നല്ല പദ്ധതിയാണ്. പക്ഷെ ഇതേപോലെ നമ്മുടെ കേരളത്തിന് അർഹമായിട്ടുള്ള വിഹിതം നഷ്ടപ്പെടാതെ നോക്കണം. അപ്പൊ അത് കേന്ദ്രം നമുക്ക് ലഭ്യമാക്കണം. അപ്പൊ ഈ പദ്ധതി പൂർണ്ണ വിജയത്തിലേക്ക് എത്തിപ്പെടുമെന്നാണ്. അങ്ങനെ ചെയ്താല് പ്രത്യാശിക്കാം. ഫുള്ളായിട്ട് വെറുതെ അങ്ങ് പറഞ്ഞൂടാ. പക്ഷെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. കൃത്യമായ കാര്യങ്ങൾ ഇതിന് മുന്നോടിയായിട്ട് നടപ്പാക്കിയാല് നല്ലൊരു പദ്ധതിയാണല്ലേ ഇത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അത് നടപ്പിലാക്കിയതിനു ശേഷം കേരളത്തിൽ വൻ നഷ്ടം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച്? ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ കേരളത്തിൽ പരാജയമാണോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
അത് തീർച്ചയായിട്ടും പരാജയമാണ്. കാരണം കേരളത്തിലേക്ക് ഉള്ള ആൾക്കാർക്ക് കിട്ടേണ്ട സാധനങ്ങൾ വേറെ സ്ഥലത്തു നിന്നുള്ളവർ വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾക്കത് കുറയുമല്ലേ. അപ്പൊ കൃത്യമായിട്ട് ആ ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവന്നാൽ ഇതൊരു നല്ല പദ്ധതിയായിട്ട് നമുക്ക് കണക്കാക്കിക്കൂടെ? എങ്ങനെ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനുള്ള അത്രയും സുലഭമായിട്ട് കൊണ്ടുവന്നാലോ? അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, അല്ല നമ്മൾ തന്നെ ഇപ്പം മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ റേഷൻ കാർഡ് കൊണ്ട് നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരു നല്ല പദ്ധതിയല്ലേ? അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതാണല്ലോ ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് വേറൊരു സംസ്ഥാനത്ത് പോയി താമസിക്കുന്നവർക്കാണെങ്കിൽ ഉപയോഗമായിരിക്കും. അല്ലാതെ വല്ലപ്പോഴും അല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്നവർക്കൊന്നും ഉപയോഗമില്ലല്ലോ. സ്ഥിരമായിട്ട് പോകുന്നവർ വളരെ കുറവായിരിക്കില്ലേ. അപ്പൊ ഈ ഒരു പദ്ധതി എന്താ നെഗറ്റീവായിട്ടാണോ തോന്നുന്നത്? എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായമില്ല, നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. ഇല്ല. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതിയെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായമാണ് ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.